Welding of different metals. Almost all metals are weldable. Different metals need different welding techniques because metals act differently at high temperatures. Some metals are easy to weld while others are not, but welding process varies for each metal. For obtaining good results under various circumstances, proper welding procedures are used for various metals and also proper shielding atmosphere, proper fluxing materials and filler metal is desired. ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ള മെറ്റീരിയൽസാണ് നമ്മൾ പല വർക്കിന് യൂസ് ചെയ്യുന്നത്. ഹൈ ടെമ്പറേച്ചറിലുള്ള വെൽഡിങ് നമ്മൾ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ഉരുകിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ അതിൻ്റെ കളറ്, ഹാർഡ്നെസ്, അതേപോലെ പല പ്രോപ്പർട്ടീസ് ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. ആയതിനാൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള മെറ്റൽസിനെ വെൽഡിങ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്നിക്സ്, പ്രൊസീജിയേഴ്സ്, ഷീൽഡിങ്, ഫ്ലക്സസ് ആണ് യൂസ് ചെയ്യുന്നത്. വെൽഡിങ് ഓഫ് ഫെറസ് മെറ്റൽസ്. ഇങ്കറ്റ് അയൺ ആൻഡ് wrought iron. Ingot iron has excellent welding characteristics and it can be welded by any of the welding process. The low carbon content in the metal does not harden after welding. Therefore, heat treatment before or after welding is also not needed. അയൺ ഇല്ലെങ്കിൽ ഇരുമ്പിൽ കാർബണിൻ്റെ പെർസെൻറ്റേജ് കൂടുന്തോറും ആ മെറ്റലിൻ്റെ ഹാർഡ്നെസ് കൂടും. ഹാർഡ്നെസ് കൂടിയ ലോഹത്തെ നമ്മൾ വെൽഡ് ചെയ്യുന്നതിന് മുൻപും ശേഷവും ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ വെൽഡ് മെറ്റൽസ് പിന്നെ പാരൻ്റ് മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. ഇതുകൊണ്ട് വീക്ക് ജോയിൻ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്കട്ട് അയൺ പിന്നെ wrought അയണിൽ കാർബണിൻ്റെ പെർസെൻറ്റേജ് കുറവായതിനാൽ നമുക്ക് ഇതിനെ ഏത് വെൽഡിംഗ് പ്രോസസ്സിലൂടെയും വെൽഡ് ചെയ്തെടുക്കാം. അതേപോലെ വെൽഡ് ചെയ്യുന്നതിന് മുൻപും ശേഷവും ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലോ കാർബൺ സ്റ്റീൽ. These are easily welded by all the welding process and resultant welds and joints are high quality. ലോ കാർബൺ സ്റ്റീലിൽ കാർബണിൻ്റെ കണ്ടൻറ്റ് കുറവുള്ളതിനാൽ ഈ മെറ്റലിനെ നമുക്ക് ഈസിയായി വെൽഡ് ചെയ്തെടുക്കാം. അതേപോലെ ഈ മെറ്റലിനെ നമുക്ക് എല്ലാ വെൽഡിംഗ് പ്രോസസ്സിലൂടെയും വെൽഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ കിട്ടുന്ന വെൽഡ് ജോയിൻറ്റിന് ഹൈ ക്വാളിറ്റി ആയിരിക്കും. ടൂൾ സ്റ്റീൽ. Compared to other carbon steels, tool steels are more difficult to weld. Gas welding and pressure gas welding process are recommended for welding of tool steels. In gas welding, proper welding rods having such carbon content which will ensure the carbon percentage of deposited metal at least equal to the base metal should be used. Proper flux must be used for welding and preheat the steel and anneal after welding. ടൂൾ സ്റ്റീലിൽ കാർബണിൻ്റെ പെർസെൻറ്റേജ് കൂടിയതിനാൽ ഇത് ഭയങ്കര ഹാർഡ് ആയിരിക്കും. അതുകൊണ്ട് ഇതിനെ വെൽഡ് ചെയ്യാനും ഡിഫിക്കൽട്ടാണ്. ഈ എല്ലാം കാരണത്താൽ നമുക്ക് ഇതിനെ എല്ലാ വെൽഡിംഗ് പ്രോസസ്സിലൂടെ വെൽഡ് ചെയ്യാൻ പറ്റൂല. ഗ്യാസ് വെൽഡിംഗ് പിന്നെ പ്രഷർ ഗ്യാസ് വെൽഡിങ്ങിലൂടെ കുറച്ച് ഈസിയായി നമുക്ക് ഇതിനെ വെൽഡ് ചെയ്തെടുക്കാം. ഗ്യാസ് വെൽഡിംഗ് ആണെങ്കിൽ ഇതിനെ ഉപയോഗിക്കുന്ന ഫില്ലർ റോഡിൻ്റെ കാർബൺ പെർസെൻറ്റേജ് പിന്നെ പാരൻ്റ് മെറ്റലിൻ്റെ കാർബൺ പെർസെൻറ്റേജ് സെയിം ആയിരിക്കണം. അതുപോലെ നല്ല രീതിയിൽ ഫ്ലക്സ് കൂടി കൊടുക്കണം. വെൽഡ് ചെയ്യുന്നതിന് മുൻപും ശേഷവും ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. കാസ്റ്റ് അയൺ. Carbon in iron is present in either free or chemically combined form. During welding, both free and combined carbon go into solution in the molten metal. If it is suddenly cooled, a large amount of combined iron is retained, which result in formation of hard metal in the weld. To reduce this effect, rate of cooling is reduced by preheating the cast iron. Gas welding, arc welding using special electrodes, carbon arc welding, thermite welding, braze welding and brazing are generally used for cast iron welding. കാസ്റ്റ് അയണിൽ കാർബൺ പാർട്ടിക്കിൾസ് ഇരുമ്പിൻ്റെ കൂടെയും പിന്നെ ഫ്രീ ആയും ഉണ്ടാകും. ഫ്രീ ആയുള്ള കാർബൺ പാർട്ടിക്കിൾസ് നമുക്ക്
കാസ്റ്റ് അയൺ മെറ്റലിനെ ഒന്ന് ഉറച്ചു നോക്കിയാൽ മനസ്സിലാകും. അതിൽ ബ്ലാക്ക് കളറിൽ ഉള്ള കാർബൺ പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റും. അപ്പോൾ കാസ്റ്റ് അയണിനെ വെൽഡ് ചെയ്യുമ്പോൾ ഇതിലുള്ള ഫ്രീ കാർബൺസ് ഇരുമ്പിൻ്റെ കൂടെ ചേരുകയും ഈ വെൽഡ് മെറ്റൽ സഡൻ കൂൾ ആയതിനു ശേഷം ഭയങ്കര ഹാർഡ് ആവുകയും ചെയ്യും. ഇങ്ങനെ വെൽഡ് മെറ്റൽ സഡൻ കൂൾ ആവുന്നത് തടയാൻ നമ്മൾ ഈ മെറ്റലിനെ വെൽഡ് ചെയ്യുന്നതിന് മുൻപ് പ്രീ ഹീറ്റ് ചെയ്യണം. ഗ്യാസ് വെൽഡിംഗ്, സ്പെഷ്യൽ ഇലക്ട്രോഡ് ഉപയോഗിച്ചിട്ടുള്ള ആർക്ക് വെൽഡിംഗ്, തെർമിറ്റ് വെൽഡിംഗ്, കാർബൺ ആർക്ക് വെൽഡിംഗ്, ബ്രേസ് വെൽഡിംഗ്, ബ്രേസിംഗ്, ഈ എല്ലാ വെൽഡിംഗ് പ്രോസസ്സിലൂടെ നമുക്ക് കാസ്റ്റ് അയണിനെ വെൽഡ് ചെയ്തെടുക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ. It can be welded satisfactorily by nearly all welding processes. Proper heat treatment is needed after welding. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാർഡ്നെസ് കൂട്ടാൻ വേണ്ടി കാർബണിൻ്റെ പെർസെൻറ്റേജ് കുറയ്ക്കുകയും അതേപോലെ ക്രോമിയമിൻ്റെ പെർസെൻറ്റേജ് കൂട്ടുകയും ചെയ്യും. ആയതിനാൽ ഇതിനെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ വെൽഡിംഗ് പ്രോസസ്സിലൂടെയും വെൽഡ് ചെയ്തെടുക്കാം. വെൽഡ് ചെയ്തതിന് ശേഷം പ്രോപ്പറായ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. വെൽഡിംഗ് ഓഫ് നോൺ ഫെറസ് മെറ്റൽസ്. അലുമിനിയം. Aluminum is not difficult to join, but aluminum welding is a difficult process due to following characteristics of aluminum. Aluminum oxide surface coating, high thermal conductivity, high thermal expansion coefficient, low melting temperature, the absence of color change as temperature approaches the melting point. Aluminum is an active metal and it reacts with oxygen in the air to produce a thin hard film of aluminum oxide on the surface. The melting point of aluminum oxide is approximately 1926 degree centigrade, which is almost 3 times the melting point of pure aluminum, 660 degree centigrade. The aluminum oxide film must be removed by use of fluxes consisting of sodium or potassium chloride. Oxyacetylene flame is suitable for welding aluminum. To avoid oxide formation, slightly carburizing flame is used for welding aluminum. അലുമിനിയം സോഫ്റ്റ് മെറ്റൽ ആയാലും ഇതിനെ വെൽഡ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം അലുമിനിയം വെൽഡ് ചെയ്യുന്ന സമയത്ത് എയറിലുള്ള ഓക്സിജൻ ഇതിൻ്റെ ഒന്നിച്ചു ചേർന്ന് ഇതിൻ്റെ സർഫസിൽ അലുമിനിയം ഓക്സൈഡിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ടാകും. ഈ കോട്ടിങ്ങിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് അലുമിനിയേക്കാളും 3 മടങ്ങ് കൂടുതലാണ്. ആയതിനാൽ ഈ കോട്ടിങ്ങിനെ കളയാൻ വേണ്ടി സോഡിയം ക്ലോറൈഡ് പിന്നെ പൊട്ടാഷ്യം ക്ലോറൈഡിൻ്റെ ഫ്ലക്സ് യൂസ് ചെയ്യേണ്ടി വരും. അലുമിനിയം ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയതിനാൽ ഈ മെറ്റൽ ഹൈ ടെമ്പറേച്ചറിൽ ഉരുകി പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്സി അസെറ്റിലിൻ ഗ്യാസ് വെൽഡിംഗ് ആണ് ഈ മെറ്റലിന് അനുയോജ്യമായ വെൽഡിംഗ് പ്രോസസ്സ്. കാർബുറൈസിംഗ് ഫ്ലെയിം ഉപയോഗിക്കുന്നതിലൂടെ ഓക്സൈഡ് ഉണ്ടാകുന്നത് നമുക്ക് തടയാം. കോപ്പർ alloys possesses properties that require special attention when welding. These are high thermal conductivity, high thermal expansion coefficient, relatively low melting point. The molten metal is very fluid. It has high electrical conductivity. The oxides exist on copper may be removed by using warm solution of sulfuric acid. A high capacity, high efficiency DC welder capable of delivering uniform welding current is used for welding copper. കോപ്പർ മെറ്റലിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് കുറവായതിനാൽ ഈ മെറ്റൽ ഹൈ ടെമ്പറേച്ചറിൽ ഉരുകി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് ഈ മെറ്റലിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഓക്സൈഡ് കോട്ടിങ്ങിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി സൾഫ്യൂരിക് ആസിഡ് ഫ്ലക്സ് യൂസ് ചെയ്യേണ്ടി വരും. ഹൈ കപ്പാസിറ്റി ഉള്ള DC ആർക്ക് വെൽഡിങ്ങിലൂടെ നമുക്ക് കോപ്പറിനെ വെൽഡ് ചെയ്തെടുക്കാം. വെൽഡിംഗ് ഓഫ് അലോയ്സ്. Aluminum alloy. Aluminum alloy are generally available in 2 forms, non-heat treatable and heat treatable. The heat of welding
decreases the strength of the both types of aluminum alloys. Therefore, proper heat treatment process is very essential. Also, the proper selection of flux, filler metal and distortion care are equally important. Arc, gas, electric resistance, brassing and soldering processes are used for welding of these alloys. അലുമിനിയം ഓക്സൈഡിനെ നമ്മൾ ഹീറ്റ് ചെയ്താൽ അതിൻ്റെ സ്ട്രെങ്ത് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മെറ്റലിനെ സ്ട്രെങ്ത് നിലനിർത്താൻ വേണ്ടി വെൽഡിംഗ് ചെയ്യുന്നതിന് മുൻപും ശേഷവും ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ പ്രോപ്പർ ഫ്ലക്സ്, ഫില്ലർ മെറ്റൽ ഒക്കെ യൂസ് ചെയ്യണം. ആർക്ക് വെൽഡിംഗ്, ഗ്യാസ് വെൽഡിംഗ്, ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൽഡിംഗ്, ബ്രേസിംഗ് പിന്നെ സോൾഡറിംഗ് എന്നീ പ്രൊസീജിയറിലൂടെ നമുക്ക് അലുമിനിയം അലോയിനെ വെൽഡ് ചെയ്തെടുക്കാം. Copper alloy. These can be welded by most commonly used methods of gas welding, resistance welding, brassing and soldering. കോപ്പർ അലോയ് കുറച്ച് ഹാർഡ് ഉള്ള മെറ്റലാണ്. ആയതിനാൽ ഇതിനെ നമുക്ക് ഗ്യാസ് വെൽഡിംഗ്, റെസിസ്റ്റൻസ് വെൽഡിംഗ്, ബ്രേസിംഗ്, സോൾഡറിംഗ് എന്നീ പ്രോസസ്സിലൂടെ വെൽഡ് ചെയ്തെടുക്കാം.